നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 24-നോ 25-നോ ഉണ്ടായേക്കുമെന്ന് ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകൻ കെ എ പോൾ സുപ്രീം കോടതിയിലാണ് ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചത്. നിമിഷപ്രിയ കേസിൽ മാധ്യമങ്ങളെ വിലക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് കെ എ പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് യമനിൽ നിർണായക ചർച്ചകൾ നടക്കുകയാണ്. അതിനാൽ ഈ വിഷയത്തിൽ ചർച്ചകൾ വിലക്കണം. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും വിലക്കണം. 3 ദിവസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിമിഷപ്രിയയുടെ ആവശ്യപ്രകാരമാണ് ഇക്കാര്യം ഉന്നയിക്കുന്നതെന്നും കെ എ പോൾ കോടതിയിൽ നേരിട്ട് ഹാജരായി ആവശ്യപ്പെട്ടു. നേരിട്ട് ഹാജരായാണ് കെ എ പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. പ്രധാനമായും 3 ദിവസത്തേക്ക് മാധ്യമങ്ങളെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കണമെന്നാണ് പോളിന്റെ ആവശ്യം. മാത്രവുമല്ല, കേസിലെ സഹായ സമിതിയുടെ പ്രവർത്തകനായ സുഭാഷ് ചന്ദ്രനും കൂടാതെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും മാധ്യമങ്ങളുമായി ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നതും വിലക്കണമെന്നാണ് കെ എ പോൾ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വരുന്ന 24-നോ 25-നോ നിമിഷപ്രിയയെ തൂക്കിലേറ്റാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കെ എ പോൾ കോടതിയെ അറിയിച്ചത്. അതിനാലാണ് മാധ്യമങ്ങളെ വിലക്കണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നിർണായകമായ ചർച്ചകൾ ഇപ്പോൾ യമനിൽ നടക്കുന്നുണ്ട്. താൻ സുഭാഷ് ചന്ദ്രനിൽ നിന്നും കാന്തപുരത്തിൽ നിന്നും പണം വാങ്ങിയെന്നാണ് പറയുന്നത്. എന്നാൽ ഇവരെ കാണുകയോ അവരുമായി യാതൊരുവിധ ബന്ധവും തനിക്കില്ല. ഇവരിൽ നിന്ന് $1 പോലും താൻ കൈപ്പറ്റിയിട്ടില്ല എന്നും കെ എ പോൾ സുപ്രീം കോടതിയിൽ പറഞ്ഞു.